ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മന്തി മസാലയാണ്, അല്ലെങ്കിൽ മജിബൂസ് മസാല. ഈ മസാല നമുക്ക് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് വെക്കാൻ പറ്റും. എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം. മിക്കവാറും അറബിക് റെസിപ്പികൾക്കൊക്കെ ഈ മസാല ആവശ്യമുണ്ടാവും. അപ്പോൾ നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങണ്ട, വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലി ചേർക്കുക. ഇതെല്ലാം വറുത്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോഴേ എല്ലാ ഭാഗത്തും നല്ല വറവ് എത്തുള്ളൂ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പട്ട, 2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, ഇനി ഇതിലേക്ക് 4 ഏലക്ക. ഏലക്ക കറുത്ത കളറുള്ള ഒരു ഏലക്ക ഉണ്ട്, കുറച്ച് വലിയ ടൈപ്പ് ഏലക്കയാണ്. ഇതുകൂടെ ഇതിൽ ചേർക്കുക. ഇത് നിർബന്ധമില്ല, പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. ഇനി 2 ടേബിൾ സ്പൂൺ സാധാരണ ഏലക്ക ചേർക്കുക. 2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പു. ഗ്രാമ്പു ഒരുപാട് ആവാൻ പാടില്ല, ഭയങ്കര കുത്തു വരും. ഇനി ഇതിലേക്ക് ബേ ലീവ്സ് 4-5 ചേർക്കുന്നുണ്ട്. ഇതൊന്ന് കൈകൊണ്ടൊന്ന് കീറിയിട്ട് ഇതിലേക്ക് ചേർക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കുക. പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. മീഡിയം ഫ്ലെയിമിലും വെക്കണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോഴേ ഈ ഏലക്കായുടെ ഉള്ളിലേക്കൊക്കെ കറക്റ്റ് ഈ വറവ് എത്തുള്ളൂ. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. ഇനി ഇതെല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ നല്ല മണം വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടാറിയതിന് ശേഷം, നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഈ പ്ലേറ്റിൽ തന്നെ, ഈ പാനിൽ തന്നെ വെക്കരുത്. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ആ പാനിൻ്റെ ചൂടുകൊണ്ട് അത് കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂടാറാൻ വെക്കുകയാണ്. ഇത് ഇവിടെ ഇരുന്നിട്ട് ചൂടാറട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾ കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഈ മഞ്ഞളൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ മസാലകളൊക്കെ വറുത്തെടുത്ത സെയിം പാനിലേക്ക് തന്നെ ഞാൻ ഒരു 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ തീ കത്തിക്കാതെ തന്നെയാണ് ഇത് വറുത്തെടുക്കുന്നത്, കാരണം പാന് നല്ല ചൂടുണ്ട്. അപ്പോൾ നിങ്ങൾ പാൻ തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് സമയം വെച്ചിട്ട് ഇത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്നും ഓണാക്കാതെ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്പൈസസ് ഒക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. നന്നായി തണുത്തതിന് ശേഷം മാത്രം പൊടിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒരുപാട് കാലം സൂക്ഷിക്കാനൊന്നും പറ്റില്ല. ഇനി ഇതിലേക്ക് പകുതി ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ മഞ്ഞളൂടെ ചേർത്തിട്ട് നന്നായി പൊടിച്ചെടുക്കുകയാണ്. ഞാനിത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും ഈ മസാല. ഇനി പുറത്തുനിന്നൊന്നും വാങ്ങണ്ട, നമ്മൾ വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് സൂക്ഷിച്ച് വെക്കുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെക്കുക. പിന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് തോന്നണം എന്നുണ്ടെങ്കിൽ, നല്ല അതിൻ്റെ മണം ഒരിക്കലും പോവാത്ത രീതിയിലാവണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇതുപോലെ ഒരു കുപ്പിയിൽ ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം, 5-6 മാസത്തോളം ഇതിൻ്റെ ആ മണം ഒരു മാറ്റവും ഇല്ലാണ്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ അറബിക് മസാല ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന മസാല കൊണ്ട് മന്തി മജ്ബൂസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.